എല്ലാരും ഉമ്മമാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണ കാണുമ്പോ സങ്കടം വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ആ ഭാഗ്യം പടച്ചോ വിധിച്ചിട്ടില്ല. എന്താടാ മുഖത്തൊരു സങ്കടം? ഒന്നുമില്ലടാ. എന്താടാ പറയ്. നീ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. കഴിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ആരോടെ ദേഷ്യം കാണിക്കണ്ടേന്നൊന്നും അറിയില്ല. പക്ഷെ സങ്കടം കാണിക്കാനും ഞങ്ങൾക്കൊന്നും ആരുമില്ല. ഉമ്മ എല്ലാരും അവരവരെ മക്കളെ വിളിക്കുമ്പോ ഞങ്ങളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഉമ്മയില്ലാത്തോടത്തോളം കാലം ഞങ്ങൾക്ക് അതുണ്ടാവില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. എന്താ സംഭവം? ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലടാ ഉമ്മമാർക്ക് അറിയാതെ ഗിഫ്റ്റ് കൊടുക്കുന്ന. ഇത്രയും കാലമില്ലാത്ത സ്നേഹം ഉമ്മമാരോട് പെട്ടെന്ന് എല്ലാവർക്കും വന്നില്ലേ? അതിപ്പോ ഉമ്മ അടുക്കള പണിയിലാണെങ്കിലോ അലക്കുന്ന പണിയിലാണെങ്കിലോ ഒരു കുഴപ്പമില്ല, വീഡിയോ ട്രെൻഡിങ് ആവണം, വൈറലാവണം. പക്ഷെ ആ ഉമ്മക്കറിയില്ലടാ ഇത് വീഡിയോ എടുക്കാണെന്നും സ്ലോ മോഷൻ ആക്കണമെന്നും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പാട്ട് വെക്കുന്നു ഇത് മൊത്തം ലോകം കണ്ട് വൈറലാകാൻ പോകാണെന്നോ ആ ഉമ്മക്കറിയില്ലല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നാ ഈ പറയുന്നത്? ഉമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നോ അത് വീഡിയോ എടുക്കണ്ടെന്നോ ഒന്നല്ലടാ ഞാൻ പറയുന്നത്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പൊ ഉമ്മ ഇല്ലാത്ത മക്കൾ ഇത് കാണുമ്പോൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവിടാ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലടാ സ്വന്തം ഉമ്മമാർക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. പക്ഷെ അവർക്കൊന്നും ഇനി കഴിയൂലല്ലോ. നമ്മുടെ നബി തങ്ങൾ പറഞ്ഞ എന്താടാ, യത്തീം മക്കളുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം മക്കളെ താലോലിക്കാൻ പാടില്ല എന്നല്ലേ? ആ മക്കൾ ഇത് കാണുമ്പോ എങ്ങനെയാടാ സഹിക്കുക? അവരുടെ ഉമ്മമാർ 6 അടി മണ്ണിലല്ലേ? അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാവൂടാ. ഞാനും ഇപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഈ പറഞ്ഞ നേരാ. ഇപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത്.